ഫുട്ബോൾ ലോകം ഇന്നുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അതിമാനുഷികമായ പ്രകടനത്തിനാണ് ലോകകപ്പ് ഫുട്ബോളിന്റെ ഉദ്ഘാടന വേദി സാക്ഷ്യം വഹിച്ചത്. പ്രായം കേവലം ഒരു സംഖ്യ മാത്രമാണെന്നും കാലത്തിന് തന്റെ ഉള്ളിലെ പ്രതിഭയുടെ തീപ്പൊരി കെടുത്തിക്കളയാൻ കഴിയില്ലെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് സാക്ഷാൽ ലയണൽ മെസ്സി വീണ്ടും ഒരു ലോകകപ്പ് വേദിയിൽ വിശ്വരൂപം പൂണ്ടു. ആഫ്രിക്കൻ കരുത്തരും തന്ത്രശാലികളുമായ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് നിലം പരിശാക്കിക്കൊണ്ട് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന തങ്ങളുടെ കിരീട പ്രതിരോധത്തിന് മാസ തുടക്കമിട്ടിരിക്കുകയാണ്. മത്സരത്തിലുടനീളം കണ്ടത് അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. തന്റെ ലോകകപ്പ് കരിയറിലെ ആദ്യ ഹാട്രിക്കുമായി കളം നിറഞ്ഞ 39-കാരനായ ഈ വിസ്മയം ഫുട്ബോൾ ചരിത്രത്തിലെ ഒന്നൊന്നര റെക്കോർഡുകളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് തല്ലി തകർത്തത്. അർജന്റീനയുടെ നീലയും വെള്ളയും കലർന്ന പുണ്യ ജേഴ്സിയിൽ തന്റെ 200ാം അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ മെസ്സിക്ക് ഈ സുദിനം തന്റെ കരിയറിലെ ഏറ്റവും സുവർണ നിമിഷമാക്കി മാറ്റാൻ കഴിഞ്ഞു. ഒരു കളിക്കാരൻ തന്റെ രാജ്യത്തിനു വേണ്ടി ഇത്രയും അധികം മത്സരങ്ങൾ കളിക്കുകയെന്നത് ആധുനിക ഫുട്ബോളിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അർജന്റീനയ്ക്ക് വേണ്ടി 200 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും ഇതോടൊപ്പം മെസ്സി സ്വന്തം പേരിൽ കുറിച്ചു. തന്റെ 6ാമത്തെ ലോകകപ്പ് കളിക്കാൻ ഇറങ്ങിയ മെസ്സി 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ മത്സരിക്കാൻ ഇറങ്ങുന്ന ലോകത്തിലെ ആദ്യത്തെ കളിക്കാരനെന്ന വിസ്മയ നേട്ടവും ഇതിനോടകം സ്വന്തമാക്കി. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ അർജന്റീനൻ നിര അൾജീരിയൻ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതും. മത്സരത്തിന്റെ തുടക്കം മുതൽക്കേ അർജന്റീനൻ മധ്യനിര കളം നിറഞ്ഞു കളിച്ചു. റോഡ്രിഗോ ഡി പോളും എൻസോ ഫെർണാണ്ടസും അടങ്ങുന്ന സഖ്യം അൾജീരിയൻ പ്രതിരോധത്തിന് താളം തെറ്റിച്ചുകൊണ്ടിരുന്നു. ആരാധകർ കാത്തിരുന്ന ആ മുഹൂർത്തം പിറന്നത് മത്സരത്തിന്റെ 17ാം മിനിറ്റിലാണ്. മധ്യനിരയിൽ നിന്നും റോഡ്രിഗോ ഡി പോൾ വെച്ചുനീട്ടി കൃത്യതയാർന്ന പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തിന്റെ വിടവുകളിലൂടെ മെസ്സി കാറ്റിനെ പോലെ കുതിച്ചു. പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നും അദ്ദേഹം തൊടുത്ത ആ വെടിയുണ്ട ഷോട്ട് കാറ്റിനെ പോലും കീറി മുറിച്ചുകൊണ്ട് പാഞ്ഞുപോയി. ഫ്രഞ്ച് ഇതിഹാസം സിനദിൻ സിദാന്റെ മകനും അൾജീരിയൻ ഗോൾ കീപ്പറുമായ ലൂക്ക സിദാൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് പറന്നുയർന്നെങ്കിലും ആ മാന്ത്രിക പ്രഹരത്തിന് മുന്നിൽ നിസ്സഹായനായി മാറാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഈ ഗോളോടെ 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന 2ാമത്തെ മാത്രം പുരുഷ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. തന്റെ എക്കാലത്തെയും വലിയ എതിരാളികളായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മാത്രം പേരിലായിരുന്ന റെക്കോർഡിനൊപ്പമാണ് മെസ്സി ഇതോടെ എത്തിയത്. ആദ്യ പകുതിയിൽ 1 ഗോളിന് മുന്നിലായിരുന്ന അർജന്റീനയ്ക്ക് 2ാം പകുതിയുടെ തുടക്കത്തിൽ മുന്നേറ്റങ്ങൾ നടത്താൻ അല്പം ബുദ്ധിമുട്ടേണ്ടി വന്നിരുന്നു. തന്ത്രങ്ങൾ മാറ്റിമെനഞ്ഞ അൾജീരിയൻ കോച്ച് പ്രതിരോധം കൂടുതൽ കടുപ്പിച്ചു. അർജന്റീനയുടെ വിങ്ങുകളിലൂടെയുള്ള മുന്നേറ്റങ്ങളെ അവർ ഫലപ്രദമായി തടഞ്ഞു. കളി മുറുകിയതോടെ മത്സരം അർജന്റീനയ്ക്ക് കൈവിട്ടു പോകുമോ എന്ന് ആരാധകർ ഭയന്നു. എന്നാൽ അവിടെയാണ് ഒരു ഒന്നാന്തരം കൗശലക്കാരനെ പോലെ ബോക്സിൽ നിലയുറപ്പിച്ച മെസ്സിയുടെ സാന്നിധ്യം നിർണായകമായത്. ഡി മരിയയുടെ ഒരു തകർപ്പൻ ഷോട്ട് അൾജീരിയൻ ഗോളി ലൂക്ക സിദാൻ തടുത്തു കയറ്റിയെങ്കിലും റീബൗണ്ട് ചെയ്തു വന്ന പന്ത് കൃത്യമായ പൊസിഷനിങ്ങിലൂടെ മെസ്സി വലയിലെത്തിച്ചു. അർജന്റീനയുടെ ലീഡ് 2ആയി ഉയർന്നതോടെ അൾജീരിയയുടെ പോരാട്ട വീര്യത്തിന്റെ നട്ടനൊടിഞ്ഞു. അവിടെയും തീർന്നില്ല മെസ്സി പ്രഭാവം. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ അൾജീരിയൻ പ്രതിരോധത്തെ പൂർണ്ണമായി നിഷ്പ്രഭമാക്കിക്കൊണ്ട് തകർപ്പൻ ഫിനിഷിംഗിലൂടെ മെസ്സി തന്റെ ഹാട്രിക് തികച്ചു. മെസ്സിയുടെ വിസ്മയ കരിയറിലെ ആദ്യ ലോകകപ്പ് ഹാട്രിക് ആണിത്. ഇതിഹാസ താരം തന്റെ 200ാം മത്സരത്തിൽ തന്നെ ഈ നേട്ടം കൈവരിച്ചുവെന്നത് കാവ്യനീതിയാണ്. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ മെസ്സിയുടെ ആകെ ഗോളുകളുടെ എണ്ണം 16ആയി ഉയർന്നു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ജർമ്മനിയുടെ ഇതിഹാസ താരം മിറോസ്ലാവ് ക്ലോസയുടെ എക്കാലത്തെ വലിയ റെക്കോർഡിനൊപ്പമാണ് മെസ്സി ഇതോടെ എത്തിയത്. സ്വന്തം രാജ്യത്തിനു വേണ്ടി 200ാം മത്സരത്തിൽ തന്നെ ഹാട്രിക് നേടി ക്ലോസയുടെയും റൊണാൾഡോയുടെയും പെലെയുടെയും റെക്കോർഡുകൾക്കൊപ്പം എത്തിയ അല്ലെങ്കിൽ അവരെ മറികടന്ന മെസ്സിയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഫുട്ബോൾ പണ്ഡിതന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല. മത്സരശേഷമുള്ള പത്രസമ്മേളനത്തിൽ കോച്ചുമാരും മുൻ താരങ്ങളും മെസ്സിയെ പ്രശംസ കൊണ്ട് മൂടുകയായിരുന്നു. 39ാം വയസ്സിലും ഒരു ചെറുപ്പക്കാരന്റെ ചടുലതയോടെ മൈതാനത്തോടി നടക്കുന്ന മെസ്സി കായിക ലോകത്തിന് തന്നെ വലിയൊരു അത്ഭുതമാണ്. പ്രായം ശരീരത്തെ തളർത്തുമെന്ന കളി നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മെസ്സി തന്റെ പോരാട്ടവീര്യം കാത്തു സൂക്ഷിക്കുന്നത്. ചരിത്രമുറങ്ങുന്ന 200ാം അന്താരാഷ്ട്ര ക്യാപ്പ്, പെലെയുടെ ഇതിഹാസങ്ങളെ പിന്നിലാക്കിയ മുഹൂർത്തം, ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തിച്ച സുവർണ ഹാട്രിക് എന്നിവയെല്ലാം കാൽപന്ത് കളിയുടെ എല്ലാ സൗന്ദര്യവും മെസ്സിയിൽ ഒരുമിക്കുന്ന കാഴ്ചയാണ് സമ്മാനിച്ചത്. ചുരുക്കത്തിൽ അൾജീരിയയെ 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന ഗ്രൂപ്പ് ജെയിൽ തങ്ങളുടെ കനത്ത സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ആദ്യത്തെ മത്സരത്തിലെ ഈ വമ്പൻ വിജയം ടീമിന്റെ ആത്മ
ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിട്ടുണ്ട്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് ഗോൾ നേട്ടത്തോടെ ക്യാപ്റ്റൻ തുടക്കമിട്ടത് അർജന്റീനിയൻ ആരാധകർക്ക് നൽകുന്ന ആവേശവും ചെറുതല്ല. ഈ ഫോമിലാണ് മെസ്സിയുടെയും സംഘത്തിന്റെയും പോക്കെങ്കിൽ ഇത്തവണയും ലോകകപ്പ് കിരീടം അർജന്റീനയിലേക്ക് തന്നെ പോകുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് യാതൊരുവിധ സംശയവുമില്ല. കാൽപന്തിന്റെ രാജകുമാരൻ തന്റെ കരിയറിലെ അവസാന ലോകകപ്പ് കിരീടവും ചൂടി ചരിത്രത്തിന്റെ സിംഹാസനത്തിൽ അമർന്നിരിക്കുമോ എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്.